ഫുൾ ഓണിന് ചെയ്യാൻ പറ്റുന്ന ഒറിജിനൽ കേരള വാഹനമാണ് A90. ഫുൾ ഓണിന് ചെയ്യാൻ പറ്റുന്ന ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു ഡീസൽ 7 സീറ്റർ 3,90,000 രൂപയ്ക്ക് 390. ഒരു ചെറിയ ഓൾട്ടോന്റെ പ്രൈസിന് ഇത്രയും വലിയൊരു വാഹനം ഇറങ്ങിയ സമയത്ത് 10-18 ലക്ഷം രൂപ വന്നിരുന്ന വണ്ടിയാണ്. ചെറിയ ഡൗൺ പേയ്മെന്റ് തന്നെ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. അത്യാവശ്യം നമുക്ക് നല്ല ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ല. ഒറിജിനൽ കേരള വണ്ടി അല്ലേ? കേരള സെഡ് ഓട്ടോമാറ്റിക്. ഇതിന്റെ മാർക്കറ്റ് അറിയുന്നവർക്ക് അറിയാം എന്താ വില. ഇവിടെ നമ്മളെ റേറ്റ് വരുന്നത് മാർക്കറ്റ് റേറ്റിനേക്ക് 2-2 ലക്ഷം രൂപ കുറച്ചിട്ടില്ല. സിംഗിൾ ഓൺഷിപ്പ് ഒറിജിനൽ കേരള വണ്ടി. നമുക്ക് ലോൺ ഏകദേശം ലോണും നമുക്കൊരു 90% അബോവ് ചെയ്യാം. ഫുൾ ലോണും ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോർട്സ് പ്ലസ് വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരും. കമ്പനി ഇൻബിൽഡ് തന്നെ വരുന്നുണ്ട്. അത് നമുക്ക് ഫുൾ ഓൺ തന്നെ ഈ വാഹനം ഇറക്കും ചെയ്യാം. ഡെയിലി യൂസിന് നമുക്ക് നല്ല മൈലേജ് കിട്ടുന്ന വീണ്ടും ഒരു E-Class 250. ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും നമ്മളൊരു ഗംഭീര കളക്ഷൻ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പോസ്റ്റിംഗിലാണ് അത്യാവശ്യം പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ നമുക്ക് സാധാരണക്കാരന് അഫോർഡബിൾ ആയ പ്രൈസിൽ നമുക്ക് പ്രീമിയം വെഹിക്കിൾസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഏത് റേഞ്ചിലെ SUV-കളാകട്ടെ പ്രീമിയം വെഹിക്കിൾസ് ആകട്ടെ എല്ലാം നമുക്ക് ഒരു കൊടക്കിയിൽ നമുക്ക് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ മൺസൂണിന്റെ ഗംഭീരമായ ഓഫറുകളാണ് നമുക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള സജിത്താണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ? വെള്ളോമ്പ്രം അത്താണിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്, മലപ്പുറം ജില്ലയിൽ, പാലക്കാട് കോഴിക്കോട് റൂട്ടാണ്. അപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേയിലാണ്, പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ്. മലപ്പുറത്തിന് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഏകദേശം സെൻട്രൽ ഭാഗത്തായിട്ടാണ് വരുന്നത്. മഞ്ചേരിയിൽ നിന്നാവട്ടെ മലപ്പുറത്ത് നിന്നാവട്ടെ കൊണ്ടോട്ടിയിൽ നിന്നാവട്ടെ എല്ലാവർക്കും സൗകര്യപ്രദമായി നമുക്ക് എത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് കൂടിയാണ്. സോ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ? 10-40ഓളം വാഹനങ്ങളുണ്ട്. അതിൽ നമുക്ക് എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ട്. ഇവൻ ചെറിയ വാഹനങ്ങൾ മുതൽ നല്ല സബോമീറ്റർ SUV-കൾ, അതേപോലെ തന്നെ നല്ല പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ ഏറ്റവും ചെറിയ പ്രൈസിന് കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിന്ന് തുടങ്ങുന്ന ഒരു കിഡ്ലം വെഹിക്കിളിൽ നിന്നാണ്. Audi A6. അല്ല, പക്ക നമുക്ക് അത്യാവശ്യം നമുക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ച് നമുക്ക് വാഹനം സ്വന്തമാക്കാന്നുള്ളതാണ് അല്ല. അല്ല, പൊളി കളറാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ചെറിയ റേറ്റിൽ നമുക്ക് ഇത്രയും വലിയൊരു വണ്ടി നമുക്ക് കൊടുക്കാം. അതിൽ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വാഹനം. സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. ഒരുവിധ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പക്കയാണ് വണ്ടിയില്ല. എഞ്ചിന് മെക്കാനിക്കലൊക്കെ നമുക്ക് ഒന്നും പറയാനില്ല. അത്യാവശ്യം നമുക്ക് അത്രയും ക്വാളിറ്റി പറയാൻ പറ്റുന്ന നല്ല വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിൾ. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു വരുന്നത്? ഇത് 80,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഓക്കെ, 2014 രജിസ്ട്രേഷൻ വരുന്നത്. എത്ര ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 7,90,000 രൂപയ്ക്ക് NOC അടക്കം വിത്ത് NOC നമുക്ക് ചെയ്യാൻ കൊടുക്കാം. അതായത് നമുക്ക് ശരിക്കും ഇപ്പോൾ ഒരു ആഷ് ബാഗ് ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് ആ റേറ്റിന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു പ്രീമിയം വെഹിക്കിൾ. അത് നമുക്ക് NOC വരുന്ന റേറ്റ് ആണ് A90 90,000 രൂപ. അതൊരു കിഡ്ലം 7 സീറ്റർ ആണ്. നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഫുൾ ഓണിന് ചെയ്യാൻ പറ്റുന്ന ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു ഡീസൽ 7 സീറ്റർ MG Hector പ്ലസ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ വരുന്നത്? ഏറ്റവും ടോപ്പ് എൻഡ് അല്ല, ടോപ്പ് എൻഡ് തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ്. താഴെയുള്ള ഓപ്ഷൻ സൺറൂഫ് വരില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ്. ഇൻഫിനിറ്റിന്റെ സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്, പിന്നെ അലോയ് വീല്, ബട്ടൺ സ്റ്റാർട്ട്, എല്ലാ ഫീച്ചേഴ്സും വരും. 4 ടയേഴ്സ്, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആകെ 25,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. 2021 മോഡലാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്, ഷോറൂം സർവീസ് ആണ്. പക്ക മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. എത്ര ചോദിക്കും നമ്മൾ ഈ ഒരു വാഹനത്തിന്? ഇത് നമുക്ക് ഓഫർ റേറ്റ് ആയിട്ട് 15,90,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. 15,90,000 ഓഫർ റേറ്റ് ആണ്. അത് നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വാഹനം ഇറക്കും ചെയ്യാൻ പറ്റൂല. ഇത് നമുക്കൊരു കിഡ്ലം ഒരു പ്രീമിയം ലെവലിൽ എന്നാൽ ചെറിയൊരു ബഡ്ജറ്റിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോണ്ടയുടെ ലോ മെയിൻസ് വരുന്ന ഒരു കിഡ്ലം CRV. എങ്ങനെയായിരുന്നു? അത് ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി 2011 മോഡലാണ്. സൺറൂഫ് അടക്കം വരുന്ന വണ്ടിയാണ് അല്ലേ? സൺറൂഫ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. പിന്നെ ഇതിന്റെ കംഫർട്ട് നമുക്ക് അത്രയും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അത്രയും പക്ക നമുക്ക് ലോങ് ഡ്രൈവിനൊക്കെ നമ്മൾ അത്രയും കംഫർട്ട് ആയിട്ടുള്ള ഒരു പ്രീമിയം ലെവലിൽ തന്നെ വരുന്ന അടിപൊളി വാഹനം. കാലത്ത് തന്നെ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനം. അത് CVT ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. ഇന്റീരിയർ ഒക്കെ പക്ക നല്ല സ്പേസസ് ആണ്. സൺറൂഫ് അതും നമുക്ക് CVT ഓട്ടോമാറ്റിക്. എല്ലാം വർക്കിംഗ് ആണ്. സൺറൂഫ് കാര്യങ്ങളായി കഴിഞ്ഞാലും എല്ലാം വർക്കിംഗ് ആണ് അല്ലേ? ഇന്റീരിയർ എക്സ്റ്റീരിയർ അത്രയും ക്വാളിറ്റി വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, എത്ര ചോദിക്കും നമ്മൾ? നമുക്ക് ഓഫർ റേറ്റ് ആയിട്ട് 3,90,000 രൂപയ്ക്ക് 390. ഒരു ചെറിയ ഓൾട്ടോന്റെ പ്രൈസിന് ഇത്രയും വലിയൊരു വാഹനം ഇറങ്ങിയ സമയത്ത് 10-18 ലക്ഷം രൂപ വന്നിരുന്ന വണ്ടിയാണ്. വെറും 3 സംതിങ്ങിന് നമുക്ക് ഈ വാഹനം കൊണ്ടുപോകാന്നുള്ളതാണ് അല്ലേ? ഇത് നമുക്കൊരു കിഡ്ലം ഫോർച്യൂണർ വരുന്നുണ്ട്. അതും K8 നിലവിലെ നല്ല ഫാൻസി നമ്പറൊക്കെ അടക്കം വരുന്ന നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. 4x2 ഓട്ടോമാറ്റിക് അല്ലേ? അഡീഷണൽ ആയിട്ട് നമുക്ക് TRD കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ടയേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 4 അത്യാവശ്യം ഒരു അപ് ടു 95% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്.
ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇതിപ്പോ പറഞ്ഞല്ലോ 2015 മോഡൽ 4x2 ഓട്ടോമാറ്റിക്, നല്ല ക്വാളിറ്റി ഉണ്ട്. രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതാണ്, എന്നാലും നല്ല തെറ്റില്ലാത്ത എല്ലാ എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നമുക്കിത് ചോദിക്കുന്ന ഓഫർ റേറ്റ് ആയിട്ട് 14,90,000 രൂപയ്ക്ക്. 14,90,000 അല്ലേ? നമുക്ക് ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതിന് ലോൺ നമുക്കൊരു 80% ഒക്കെ ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ നല്ല ട്രാക്കിന് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് തന്നെ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. അത്യാവശ്യം നമുക്ക് നല്ല ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ല. അടുത്തൊരു നമുക്കൊരു ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഒറിജിനൽ കേരള ഒരു ടയോട്ട ഇനോവ ക്രിസ്റ്റ, നല്ല പൊളി കളറാണ്. ടയേഴ്സ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഒരു 80-85% ടയേഴ്സ് കാര്യങ്ങൾ, ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ പക്ക ഹൈ ക്വാളിറ്റി ഒറിജിനൽ കേരള വണ്ടി അല്ലേ? കേരള സെഡ് ഓട്ടോമാറ്റിക്. നമുക്ക് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇതിന്റെ മാർക്കറ്റ് അറിയുന്നവർക്ക് അറിയാം എന്തതിന്റെ വില. പക്ഷെ ഇവിടെ നമ്മളെ റേറ്റ് വരുന്നത് 19,90,000 രൂപയ്ക്ക്. അപ്പൊ നമുക്ക് മാർക്കറ്റ് പ്രൈസിനൊക്കെ ഏകദേശം 2-2.5 ലക്ഷം രൂപ കുറച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് ഒറിജിനൽ കേരള വണ്ടി, അതും സെഡ് ഓട്ടോമാറ്റിക്. എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്? സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഫുൾ ഹിസ്റ്ററി ഒക്കെ പക്ക, സർവീസ് ഹിസ്റ്ററി എല്ലാം വരുന്ന ഒരു വാഹനമാണ്. അപ്പൊ നമ്മള് സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നിലവില് മാർക്കറ്റ് റേറ്റിനേക്ക് 2-2.5 ലക്ഷം രൂപ കുറച്ചിട്ടില്ല. സിംഗിൾ ഓൺഷിപ്പ് ഒറിജിനൽ കേരള വണ്ടി. നമുക്ക് ലോൺ ഏകദേശം ലോണും നമുക്കൊരു 90% അബോവ് ചെയ്യാം. നോക്കാം. അപ്പൊ നല്ല ട്രാക്കിന് 2 ലക്ഷം അതിന്റെ താഴെയുള്ള ഡൗൺ പേയ്മെന്റ് തന്നെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല. നമുക്കൊരു US ബ്രാൻഡ് നോക്കുന്നവർക്ക് വൈറ്റ് ജീപ്പ് കോമ്പസ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2019 മോഡൽ 20 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഡീസൽ മാനുവൽ ആണ് വരുന്നത്. ഓക്കെ, നല്ല ഫാൻസി നമ്പർ വരുന്നുണ്ട്. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാം. ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുവരുന്നിട്ടുള്ള ഒരു വാഹനമാണ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഓഫർ റേറ്റ് ആയിട്ട് നമുക്ക് 10,90,000 രൂപയ്ക്ക് ചെയ്യാം. 10,90,000 ഫുൾ ലോണും ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോർട്സ് പ്ലസ് വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരും. കമ്പനി ഇൻബിൽഡ് തന്നെ വരുന്നുണ്ട്. അത് നമുക്ക് ഫുൾ ലോണിൽ തന്നെ ഈ വാഹനം ഇറക്കും ചെയ്യാം. അടുത്തൊരു കരിമ്പുലിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു C-Class 220, അതും ഒറിജിനൽ കേരള വെൽ മെയിൻറ്റൈൻഡ് ഉള്ള ഒരു കിഡ്ലം വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2015 മോഡൽ വണ്ടിയാണ്. ഒറിജിനൽ കേരള ആണ്. ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം കാര്യങ്ങളുണ്ട്. 3rd ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. നിലവിൽ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഷോറൂം സർവീസ്, വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിൾ അല്ലേ? ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അല്ലേ? അതെ, ഷോറൂം സർവീസ് ഉണ്ട്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വന്നിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആണ്. വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഫുൾ ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ വരുന്നത്? 85,000 കിലോമീറ്റർ. 85,000 കിലോമീറ്റർ ഒറിജിനൽ കേരള വാഹനം. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വാഹനം? നമുക്ക് ഓഫർ റേറ്റ് ആയിട്ട് 19,90,000 രൂപയ്ക്ക്. അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒറിജിനൽ കേരള വാഹനമാണ്. അടുത്തതാണ് ഡെയിലി യൂസിന് പ്രീമിയം വെഹിക്കിൾ, എന്നാൽ നമുക്ക് മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന നല്ലൊരു കിഡ്ലം വാഹനമാണ് C220 അല്ലേ? സോ നമുക്ക് ഏകദേശം ഒരു 17-18 ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു പ്രീമിയം വെഹിക്കിൾ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2015 മോഡലാണ് വണ്ടി വരുന്നത്. ഇങ്ങോട്ട് നമ്പർ കേരള രജിസ്ട്രേഷൻ ആയിട്ടുള്ളതാണ്. അവിടെ സിംഗിൾ ഓൺഷിപ്പ് ആണ്, ഇവിടെ സെക്കൻഡ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. അത് കേരള കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി ഒക്കെ പക്ക അല്ലേ വണ്ടി? ഷോറൂം സർവീസ് എല്ലാം ഉള്ള വണ്ടിയാണ്. അതെ, പ്രീവിയസ് ഓണർ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇന്റീരിയർ കാര്യങ്ങളായാലും എക്സ്റ്റീരിയർ ആയി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമ്മൾ എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്കിപ്പോൾ ഓഫർ റേറ്റ് ആയിട്ട് 18,25,000 രൂപയ്ക്ക് ചെയ്യാം. 18,25,000 ഓഫർ റേറ്റ് ആണ്. നിലവിൽ നമ്പറൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവുമല്ലോ അല്ലേ? ഓല്ലോ, ഇത് നമുക്ക് ഒരു 90 അബോവ് ചെയ്യാൻ പറ്റും. അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. അത് നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഫുൾ ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള, അത് നിലവിൽ നമുക്ക് ഇപ്പൊ കേരളത്തിൽ നമ്പർ ആയപ്പോൾ സെക്കൻഡ് ഓൺഷിപ്പ് ആയതാണ്. അതും സിംഗിൾ യൂസിംഗിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി വാഹനം. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പോലെ തന്നെ നമുക്ക് ഡെയിലി യൂസിന് നമുക്ക് നല്ല മൈലേജ് കിട്ടുന്ന വീണ്ടും ഒരു E-Class 250. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? കുറച്ചുകൂടി ബിസിനസ് ക്ലാസ് ആണ്. 2013 മോഡൽ 14 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിന് ചെയ്യാൻ പറ്റൂല. റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഓൾറെഡി. ഓക്കെ, നിലവിൽ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സെക്കൻഡ് ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ സിംഗിൾ യൂസിംഗ് നിലവിൽ നമ്പർ നമുക്ക് ട്രാൻസ്ഫർ ആയ സമയത്ത് നമുക്ക് സെക്കൻഡ് ഓൺഷിപ്പിലേക്ക് മാറിയേ ഉള്ളൂ. അപ്പൊ അത്യാവശ്യം നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് ആണ്. E-Class ആണ് വരും ചെയ്യുന്നത് അല്ലേ? എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്കിപ്പോ ഓഫർ റേറ്റ് ആയിട്ട് 14.5 ലക്ഷത്തിന് ചെയ്യാൻ പറ്റും. 14 ലക്ഷത്തിന്
1450 ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. പക്ഷെ നമുക്ക് ഇതിന് ലോൺ സൗകര്യം ഉണ്ടാവോ? ഓ, ഇതിന് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ലോൺ ചെയ്യാൻ പറ്റും. സോ നമുക്ക് 1450 എന്തായാലും സുഖമായിട്ട് ചെയ്യാം. എന്തായാലും കിട്ടൂല. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഓൺഷിപ്പ് ആണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പോസ്റ്റിംഗിലായിരുന്നു. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളോമ്പ്രത്താണ്, പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ. അപ്പോൾ നമുക്ക് ഒത്തിരി വാഹനങ്ങൾ പ്രീമിയം ആവട്ടെ, അതേപോലെ തന്നെ സബോമീറ്റർ SUV എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് നല്ലൊരു കിഡ്ലം ഷോറൂം ആണ്. അപ്പോൾ നമുക്ക് ഏത് റേഞ്ചിലെ വാഹനങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാം. നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് സജിത് സൈനിങ് ഓഫ്. താങ്ക് യു.